അപ്പം ഇന്ന് പേരുമഴയായിട്ട് മീനൊന്നും കിട്ടിയില്ല, വന്നതുമില്ല. അപ്പോൾ ഒരു കറി വയ്ക്കാൻ നോക്കിയപ്പോൾ 3 പച്ചക്കായാണ് കണ്ടത്. എന്നാൽ പിന്നെ ഇതൊരു കാളനാക്കിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കുറുക്ക് കാളൻ തയ്യാറാക്കാൻ പോകും. ഇപ്പോൾ ഒരു കുറുക്ക് കാളൻ തയ്യാറാക്കാൻ വേണ്ടി അരിഞ്ഞ് നെഹക്ക വെള്ളം ഒഴിച്ചിരിക്കുന്നത്. വെള്ളം ഒഴിച്ച് ഇതന്നെ അടുപ്പിലോട്ട് വെക്കാം. അടുപ്പിലോട്ട് വെച്ച ശേഷം ഇതിന് അരച്ചിടാനുള്ളത് തേങ്ങയൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് കൂടെ ഇടയാണ്. ഇനി അരപ്പിൻ്റെ കൂടെ ഉപ്പിട്ടാലും മതി, എന്നാലും കായലിടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കുറുക്ക് കാളനുള്ള അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/2 മുറി തേങ്ങ, 1 പച്ചമുളക്, ജീരകം, ചെറിയ ജീരകം പൊടിച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കുറച്ചുകൂടെ എടുക്കുക. ഇത്രയാണ് ഇതിനകത്ത് അരച്ചിടുന്നത്. ഇനി ഇത് അരച്ചുണ്ട്. അപ്പോൾ കുറുക്ക് കാളൻ്റെ കടുക് വറുക്കണം. അതിന് വേണ്ടി എണ്ണ അടുപ്പത്ത് വെച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കടി പൊട്ടി വരെയാണ്. എണ്ണ നല്ലപോലെ ചൂടായില്ലെന്ന് തോന്നുന്നു. കായ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ വേറെ ഒന്നും ഇടുന്നില്ല, ഉള്ളിയും കറിവേപ്പിലയും മാത്രമേ ഇടുന്നുള്ളൂ. ഇപ്പോൾ ഉള്ളിയിട്ട് ഒരു ഉണക്കമുളക് ഉണ്ടായിരുന്നു, അതിട്ട് കറിവേപ്പിലയിട്ട്. ഇനി നമ്മൾ ഈ വെന്ത കായയിലേക്ക് ഒരു 1/2 ബൗള് തൈര് ഒഴിക്കുകയാണ്. അതായത് ഈ തവിക്ക് ഒരു 2 തവി തൈര് വരും. തൈര് ഒഴിച്ച് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ അരപ്പ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ലേശം വെള്ളത്തിൻ്റെ കുറവുണ്ട്. അത് നമുക്ക് ഈ അരപ്പ് എടുത്ത പാത്രം ഒന്നിങ്ങോട്ട് കഴുകി ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി കടുക് വറുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കടുക് വറുത്ത് ഇട്ടപ്പം ക്യാമറ മാറിപ്പോയെന്ന് തോന്നുന്നു, സോറി. നല്ല അടിപൊളി കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ടായിരുന്നു കായയുടെ കൂടെ. ഈ കുറുക്ക് കാളൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ഇച്ചിരി അയഞ്ഞിരിക്കണം. ഇത്ര നമ്മൾ കോരി ഭിത്തിയിലടിച്ചാൽ ഭിത്തിയിൽ പറ്റിയിരിക്കണമെന്നാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ പരുവം. താങ്ക് യു.